أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد. ബഹുമാനരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ അംബിയ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. സൂറത്തുൽ അംബിയയിലെ 47-ാമത്തെ ആയത്താണ് നമ്മൾ വിശദീകരിച്ചത്. 47-ാമത്തെ ആയത്തിൽ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള മീസാനുമായി അഥവാ തുലാസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇതിലുള്ളത്. ഒരു കടുകുമണിയുടെ തൂക്കം വരുന്ന നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് കൊണ്ടുവരും എന്നതാണ് ആ ആയത്തിൽ അവസാനത്തെ ആയത്തിൽ അല്ലാഹു പരാമർശിച്ചത്. ഇനി അതിന് ശേഷമുള്ള ആയത്തുകളിൽ മറ്റു ചില വിഷയങ്ങളാണ് അല്ലാഹു സൂചിപ്പിക്കുന്നത്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ ചരിത്രം ഇവിടുന്ന് ആരംഭിക്കുകയാണ്. നമുക്കറിയാം, സൂറത്തിന്റെ പേര് തന്നെ സൂറത്തുൽ അംബിയ എന്ന്. അമ്പിയാക്കന്മാരുടെ ചരിത്രം പറയുന്ന സൂറത്താണ്. അടുത്ത ആയത്ത് മുതൽക്കാണത് വിശദീകരിച്ച് വന്നിട്ടുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وَلَقَدْ آتَيْنَا مُوسَى وَهَارُونَ الْفُرْقَانَ وَضِيَاءً وَذِكْرًا لِلْمُتَّقِينَ. وَلَقَدْ آتَيْنَا مُوسَى وَهَارُونَ الْفُرْقَانَ وَضِيَاءً وَذِكْرًا لِلْمُتَّقِينَ. وَلَقَدْ آتَيْنَا مُوسَى وَهَارُونَ الْفُرْقَانَ وَضِيَاءً وَذِكْرًا لِلْمُتَّقِينَ. الذين يخشون ربهم بالغيب وهم من الساعة مشفقون. الذين يخشون ربهم بالغيب وهم من الساعة مشفقون. وهذا ذكر مبارك أنزلناه أفأنتم له منكرون. وهذا ذكر مبارك أنزلناه أفأنتم له منكرون.
വലഖദ് ആതൈന മൂസ വഹാറൂന. വലഖദ്, ഖദ് എന്നുള്ളത് ദാലിന് സുക്കൂനാണ്, ഹുറൂഫുൽ ഖൽഖലൻ. അപ്പൊ വലഖദ് ദ് എന്ന് ഇദ്ഹാർ ചെയ്തിട്ടാണ് ഓതേണ്ടത്. ദാലിന് സുക്കൂൻ ആയതുകൊണ്ട് ദ് എന്നുള്ള ഇദ്ഹാർ ചെയ്യണം. വലഖദ് ആതൈന, അവിടെ ആതൈന എന്നൊന്നും അധികം നീട്ടാൻ പാടില്ല. ആതൈന മൂസ വഹാറൂൻ, മൂസ വഹാറൂൻ. മൂസ നീട്ടേണ്ട ആവശ്യമില്ല, ഹാറൂൻ എന്നധികം നീട്ടേണ്ട ആവശ്യമില്ല. ഒക്കെ ശരിയായ മധ്യേ ഉള്ളൂ. അപ്പൊ വലഖദ് ആതൈന മൂസ വഹാറൂൻ അൽ ഫുർഖാൻ. ഫുർഖാൻ അവിടെയും അസ്ലിയായിക്കൊണ്ടുള്ള മധ്യേ ഉള്ളൂ. പിന്നെ വളിയാഅൻ വദിക്റ, ളിയാ എന്നുള്ളടത്ത് നീട്ടണം. 5-6 അക്ഷരങ്ങളുടെ നീളം നീട്ടണം. വളിയാഅൻ വദിക്റ വദിക്റൻ ലിൽ മുത്തഖീൻ, വദിക്റൻ ലിൽ മുത്തഖീൻ. അവിടെ വദിക്റൻ എന്നുള്ള തൻവീനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം. വദിക്റൻ ലിൽ മുത്തഖീൻ. പക്ഷെ അവിടെ മണിക്കാൻ പാടില്ല. വദിക്റൻ ലിൽ മുത്തഖീൻ ഓതാൻ പാടില്ല. വദിക്റൻ ലിൽ മുത്തഖീൻ. മുത്തഖീ എന്നുള്ള ഖാഫ് ശേഷം യാ എന്ത് ചെയ്യണം? കുറച്ചുകൂടി നീട്ടണം. പിന്നെ അല്ലദീന, സൗണ്ട് ഒരു സുഖമില്ലല്ലോ. പിന്നെ അല്ലദീന യഖ്ശൗന, ഖാഇന് സുക്കൂന, യഖ്ശൗന ആമജൂദ്. അപ്പൊ അല്ലദീന അതിന്റെ ആള് വരാൻ ശരി. الذين يخشون ربهم, ഖാവിന് സുക്കൂനാണ്, യഖ്ശൗന. പിന്നെ റബ്ബഹും ബിൽ ഗൈബ്, റബ്ബഹും ബിൽ ഗൈബ് എന്നല്ല, റബ്ബഹും ബിൽ ഗൈബ്. ബിൽ ഗൈബ്, ഐബല്ല ഗൈബ്. പല ആളുകൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഐബ് എന്ന് പറയും. ഐബ് എന്ന് പറഞ്ഞാൽ വേറൊർത്ഥാണ്. ഐബ് എന്ന് പറഞ്ഞാൽ ന്യൂനത. യുമിനൂന ബിൽ ഐബ് എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂനതയിൽ വിശ്വസിക്കാൻ കാരണം. യുമിനൂന ബിൽ ഗൈബ്, ഐന്, ഐന് ഗൈന്, ഇത് രണ്ട് വ്യത്യാസമുണ്ട്. അപ്പൊ അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി വഹും മിനസ് സാഅത്തി മുശ്ഫിഖൂൻ. വഹും മിനസ് സാഅ, രണ്ട് മീം ഒരുമിച്ച് വന്നു. വഹും എന്നുള്ള മീമും മിന എന്നുള്ള മീമും ഒന്നിച്ചു വന്നു. ആദ്യത്തെ മീൻ സുക്കൂനാണ്. അപ്പൊ അത് ഇദ്ഗാം ചെയ്യാറ്. ബിഹുന്ന വഹും മിനസ് സാഅത്തി മുശ്ഫിഖൂൻ. അപ്പോ പിന്നെ ഇതാണ് ആ രണ്ടായത്തുകൾ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞെന്താ വെച്ചാൽ, പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മീസാൻ വെച്ചിട്ടുണ്ട്. ആ മീസാൻ എന്ന് പറഞ്ഞ നീതിയുടെ ക്രിസ്തുവിന്റെ മീസാനാണ്. അതുകൊണ്ട് തന്നെ വൈകാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹ, ഒരു ചെറിയ കടുകുമണി തൂക്കം നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് കൊണ്ടുവരും. പിന്നെ പറഞ്ഞു വഖഫാ ബിനാ ഹാസിബിൻ, നമ്മൾ മതി ആളുകളെ വിചാരണ ചെയ്യാൻ. എന്നിട്ട് അമ്പിയാക്കന്മാരുടെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്ന് ആരംഭിക്കാൻ. സൂറത്തുൽ അംബിയ ആണ് ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം പറയാൻ ആരംഭിക്കാൻ. ഈ ചരിത്രം പറയുമ്പോൾ വിശുദ്ധ ഖുർആന്റെ ഒരു പ്രത്യേകമായ ശൈലി എന്താ വെച്ചാൽ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാണ് വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതലുള്ളത്. നമുക്കറിയാം. സൂറത്ത് ത്വാഹ പറഞ്ഞപ്പോഴും അവിടെ ആ ചരിത്രം തന്നെ, മൂസാ നബിന്റെ ചരിത്രം തന്നെ ഉണ്ട്. ഇവിടെ സൂറത്തുൽ അംബിയ പഠിക്കുമ്പോഴും അവിടെ മൂസാ നബിന്റെ ചരിത്രമാണ് ഇവിടെ പറയാൻ പോകുന്നത്. വലഖദ് ആതൈന മൂസ വഹാറുൽ ഫുർഖാൻ വളിയാഅൻ വദിക്റൻ മുത്തഖീൻ. അപ്പൊ എന്തുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ മാനസികമായും അതുപോലെ തന്നെ ഒക്കെ ഏറ്റുവാങ്ങിയ ഒരാളാണ് ആര്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. കാരണം ബനൂ ഇസ്രായേൽ എന്ന് പറയുന്ന ഖൗമിനെ മെരുക്കിയെടുക്കാൻ വേണ്ടി ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പെട്ട പാട് ചില്ലറല്ല. റഹിമല്ലാഹു മൂസ വലഖദ് ഊതിയ പിന്നെ അക്തർ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, എനിക്ക് കിട്ടിയതിനേക്കാൾക്ക് എത്രയോ പ്രയാസങ്ങൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കിട്ടിയിട്ടുണ്ട്
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും. അപ്പം അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാണ് അള്ളാഹു കൂടുതൽ റസൂലുള്ളാഹിനെ ഓർപ്പിച്ച്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ മൂസാ നബിയുടെ ചരിത്രം ഓർക്കാം. ഉദ്കുർ ഫിൽ കിതാബ് നബി എന്ന് പറഞ്ഞിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയും. ഇവിടെ അള്ളാഹു പറയുന്നു വലഖദ് ആതൈന, നാം നൽകിയിരിക്കുന്നു. ഇവിടെ നൽകിയത് ഉദ്ദേശം എന്താ വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സാധാരണ പ്രവാചകന്മാർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെയാണ് ഖുർആൻ കിട്ടിയത്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേനയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു വേദഗ്രന്ഥത്തിന്റെ രൂപത്തിലല്ല കൊടുത്തിട്ടുള്ളത്. അതേ സമയത്ത് തൗറാത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ഹദീസുകൾ കാണാം ഖത്തഹു ബിയദി, അള്ളാഹുവിന്റെ കരങ്ങൾ കൊണ്ട് തന്നെ അള്ളാഹു എഴുതി അതൊരു ഏടിലാക്കി. ആ എഴുതിയ ഏടാണ് ആര് കൊടുക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഒരു മുസ്ഹഫിന്റെ മുസ്ഹഫിനല്ല പറയാം. അപ്പൊ ആ 7 രൂപത്തിൽ തന്നെയാണ് ആർക്ക് കൊടുക്കുന്നത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. റസൂലുള്ളാഹിക്ക് അങ്ങനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹ്യൻ, റസൂലുള്ളാഹിന്റെ ഖൽബിലേക്കാണ് ഖുർആൻ ഇറക്കപ്പെട്ടത്. അതേസമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അല്ല, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അൽവാഹകളാണ്, അത് ലൗഹകളാണ്, ഏടുകളാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഡയറക്റ്റ് ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് വലഖദ് ആതൈന, നാം അവർക്ക് നൽകി. ഇവിടെ വഹി കൊടുത്തു ഇറക്കി കൊടുത്തു എന്ന് പറയാതെ ആതൈന എന്ന് കൊടുത്തു ഡയറക്റ്റ് കൊടുക്കണം. ഒരു വേദഗ്രന്ഥം അതിന്റെ എല്ലാ അവസ്ഥയിലും അല്ലെങ്കിൽ പൂർണ്ണമായ രൂപത്തിൽ വേദഗ്രന്ഥം കൊടുക്കണം. നമുക്കറിയാം മൂസാ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചാൽ 23 കൊല്ലത്തിന്റെ കാലഘട്ടത്തിനിടക്കാണ് ഖുർആൻ ഇറങ്ങിയത്. മൂസാ നബിക്ക് അങ്ങനല്ല, ഒറ്റയടിക്ക് തന്നെ ഫുള്ള് കൊടുത്തു. അതിനോടൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഒറ്റയടിക്കന്നെ ഫുള്ള് കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മൂസാ നബിയുടെ വേദഗ്രന്ഥം ആർക്കുള്ളതാണ്? ബനൂ ഇസ്രായേലിനുള്ളതാണ്. എന്നാൽ ഇപ്പോൾ പ്രസന്റിൽ ജീവിച്ചിരിക്കുന്ന കൗമിനുള്ളതാണ് ആർക്ക്? തൗറാത്ത്. അതേസമയം ഖുർആൻ അങ്ങനല്ല. ഖുർആൻ ജീവിച്ചിരിക്കുന്നവർക്കും ഇനി ജീവിക്കാതിരിക്കുന്നവർക്കുമുള്ള വേദഗ്രന്ഥമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 2 വ്യത്യാസമുണ്ട്, ശരീഅത്തിൽ വ്യത്യാസമുണ്ട്. മാത്രമല്ല ഖുർആനെ സംബന്ധിച്ചിടത്തോളം മുശ്രിക്കീങ്ങളായ ആളുകൾ അല്ലെങ്കിൽ ജൂതന്മാരൊക്കെ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്താ വെച്ചാൽ എന്തുകൊണ്ട് ഖുർആൻ ജുംലത്തും വാഹിദ, ഒറ്റ അടിക്ക് ഖുർആൻ ഇറങ്ങിയില്ല? മൂസാ നബിക്ക് ഇറങ്ങിയ പോലെ എന്തുകൊണ്ട് ഒറ്റ വേദഗ്രന്ഥത്തിൽ ഇറങ്ങിയില്ല? അതിനുള്ള കൊടുക്കുന്ന മറുപടി എന്ന് വെച്ചാൽ കദാലിക്കൽ യുസബ്ബിത ബി ഫുആദക, നിന്റെ ഹൃദയത്തെ ഉറപ്പിച്ച് നിർത്താനാണ്. കാരണം ഇപ്പൊ ഒന്നിച്ച് ഇപ്പൊ റസൂലുള്ളാഹിന്റെ ഹൃദയത്തിലേക്കാണ് ഖുർആൻ ഇറങ്ങുന്നത്. ഇപ്പൊ 6236 ആയത്ത് ഒന്നിച്ച് ഇറങ്ങിയ നബിക്ക് നിഫതാക്കാൻ കഴിയുമോ? കഴിയില്ലല്ലോ, ആർക്കും കഴിയില്ല. അപ്പൊ 6236 ആയത്ത് ഒന്നിച്ചുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിഫതാക്കാൻ കഴിയില്ല. അപ്പൊ നബിയുടെ ഹൃദയത്തിലേക്കാണ് ഖുർആൻ ഇറക്കപ്പെട്ടത്. അതുകൊണ്ട് അവർ വക്തെല്ലാം കുറച്ച് ഇങ്ങനെ ആക്കി കൊടുക്കും. ചിലപ്പോൾ 1 ആയത്തിറങ്ങും, ചിലപ്പോൾ 2 ആയത്തിറങ്ങും, ചിലപ്പോൾ ചെറിയ സൂറത്തിറങ്ങും, ചിലപ്പോൾ 10 ആയത്തുകൾ ഇറങ്ങും. ആ അവസരത്തിനനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ അല്ലാഹു ഇറക്കി കൊടുക്കും. എന്നാൽ തൗറാത്ത് അങ്ങനല്ല. തൗറാത്തും ഇഞ്ചീലൊക്കെ ഒറ്റയ്ക്ക് വേദഗ്രന്ഥമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കണം. അതാണ് വലഖദ് ആതൈന മൂസ വ ഹാറൂൻ, മൂസക്കും ഹാറൂനും നാം നൽകിയിട്ടുണ്ട് അൽ ഫുർഖാൻ. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സത്യാസത്യ വിവേചനം, അഥവാ സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കുന്നതാണ് ശരിക്കും വേദഗ്രന്ഥം എന്ന് പറഞ്ഞത്. ഒരു കാര്യം വേദഗ്രന്ഥമാകണമെങ്കിൽ എന്ത് വേണം? അത് സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കണം. അതിനാണ് വേദഗ്രന്ഥത്തിന്റെ ആവശ്യം. ബദർ യുദ്ധത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫുർഖാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് സത്യവും അസത്യവും തമ്മിൽ തിരിച്ചിട്ടുണ്ട്, വേർതിരിഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം ഫുർഖാൻ അഥവാ ഖുർആനെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ഫുർഖാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മൂസാ നബിക്കും ഹാറൂൻ നബിക്കും നാം എന്ത് കൊടുത്തു? വേദഗ്രന്ഥം കൊടുത്തു. ആ വേദഗ്രന്ഥത്തിന്റെ പേരെന്താണ്? തൗറാത്ത് എന്നാണ്. ഇവിടെ മൂസാ നബിയും ഹാറൂൻ നബിയും തമ്മിൽ ബന്ധം നമുക്കറിയാം, സഹോദരന്മാരാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു നുബുവത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരാളുടെ റെക്കമെൻഡിൽ കൊടുത്തത് ആർക്ക് വേണ്ടിയാണ്? മൂസാ നബി ചോദിച്ചു വാങ്ങിയതാണല്ലോ. ഹാറൂൻ നബിക്കുള്ള നുബുവത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ്? ചോദിച്ചു വാങ്ങിയതാണ്. പിന്നെ റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി. പിന്നെ മൂസാ നബിയോട് പറഞ്ഞല്ലോ, നീ ഇദ്ഹബ് അൻത വഅഖൂക, പിന്നെ പോകാൻ പറഞ്ഞപ്പോൾ എൻ്റെ സഹോദരനെയും കൂടി എന്ത് ചെയ്യണം?
പ്രവാചകനാക്കണം എന്ന് പറഞ്ഞിട്ട് തൻ്റെ സഹോദരന് നുബുവത്ത് ചോദിച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വാങ്ങിയതാണ്. അങ്ങനെ ഹാറൂൻ നബിക്കും മൂസാ നബിക്കും നാം നൽകി അൽ ഫുർഖാൻ, സത്യാസത്യവേചനമായ തൗറാത്ത് നൽകി. പിന്നെ എന്തും കൂടി കൊടുത്തു. ലിയാ എന്ന് പറഞ്ഞ എന്താ? വെളിച്ചം. ലൗ എന്ന് പറഞ്ഞ വെളിച്ചം. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാംക്ക് ഫുർഖാൻ കൊടുത്തു. ആ ഫുർഖാൻ എന്തുകൂടിയാണ്? വെളിച്ചം. അതല്ലാതെ ലിയാ എന്ന് പറഞ്ഞ വേറെ കിതാബ് കൊടുത്തതല്ല. ലിയാവ് എന്ന് പറഞ്ഞാണ്ട് തൗറാത്തുണ്ട്, ലിയാവ് എന്ന് പറഞ്ഞ വേറെ കിതാബല്ല. എന്ന് പറഞ്ഞാൽ ആ ഫുർഖാൻ എന്തുകൂടിയാണ്? ലിയാഅൻ വ ദിക്റൻ, ലിയാവുമാണ് ദിക്റുമാണ്. എന്ന് പറഞ്ഞാൽ ആ ഖുർആൻ എന്ന് പറഞ്ഞത് വെളിച്ചമായിട്ടും ഉത്ബോധനമായിട്ടും നാം നൽകിയതാണ്. അപ്പൊ ഫുർഖാന്റെ രണ്ട് വിശേഷം പറഞ്ഞു. ഒന്ന് ലിയാ, ആളുകൾക്ക് വെളിച്ചപ്പോൾ ആവശ്യം ഉണ്ടാകുക, ഇട്ടതല്ലേ. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കും വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട എപ്പോഴാണ്? അതല്ല, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാംക്ക് ആദ്യമായി വഹി കൊടുക്കുന്നപ്പോഴാണ്? രാത്രിയാണ്. അപ്പൊ ഈ രാത്രിയിലാണ്, ഇരുട്ടുള്ളാകുമ്പോഴാണ് എന്ത് ആവശ്യം? വെളിച്ച ആവശ്യം. അതുകൊണ്ടാണ് അല്ലാഹു വലിയ്യുല്ലദീന ആമനു യഖ്രിജൂൻ മിനൽ ദുലുമാത്തി ഇലൻ നൂർ, ഇരുട്ടുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. ആരെ? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ. അങ്ങനെ കേട്ടില്ല. ഈ ഇരുട്ട് ഖുർആൻ പറഞ്ഞ ദുലുമാത്ത് രാത്രിയുടെ ഇരുട്ടില്ല. ഞാൻ പറഞ്ഞ വെച്ചാൽ വിശുദ്ധ ഖുർആൻ അതിനന്ന് തെരഞ്ഞെടുത്ത രാത്രിയാണ്. മാത്രമല്ല മൂസാ നബിക്ക് ആദ്യം വഹി കൊടുക്കുന്നതും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം വഹി കിട്ടുന്നതൊക്കെ ഇരുട്ടിലാണ്. അതിൻ്റെ ഒരു ഹിക്മത്ത് ഉണ്ടാവുമല്ലോ. അല്ലാഹു തെരഞ്ഞെടുത്ത സമയം അതിന് പ്രത്യേകത ഉണ്ടാവുമല്ലോ. മാത്രമല്ല രാത്രി, അതുകൊണ്ടാണ് റമദാന്റെ രാത്രിക്കാണ് പകലിനേക്കാൾ ഫദ്ല് കൊണ്ട് ശ്രേഷ്ഠത. പക്ഷെ ഇബാദത്ത് പകലിലാണ് ചെയ്യാൻ നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം ലൈലത്തുൽ ഖദ്ർക്ക് രാത്രിയിലാണല്ലോ. നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കും എന്ന് പറഞ്ഞ രാത്രിയിലാണ്. അള്ളാഹു ഇറങ്ങി വരുന്നുള്ളൊക്കെ രാത്രിയിലാണ്. അപ്പോ ഈ മൂസാ നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരിക്കുന്ന ഫുർഖാൻ തൗറാത്ത് വെളിച്ചമായിരുന്നു, ദിക്റാണ്. ആർക്ക്? ലിൽ മുത്തഖീന, മുത്തഖീങ്ങളായ ആളുകൾക്ക്. അപ്പൊ തഖ്വയുള്ള ആളുകൾക്ക് വെളിച്ചമായിക്കൊണ്ടും ഒരു ഉത്ബോധനമായിക്കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്കും ഹാറൂൻ നബിക്കും വേദഗ്രന്ഥത്തെ നൽകി. അപ്പൊ ഇന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അനുയായികളാണ് എന്ന് പറഞ്ഞിട്ട് ജൂതന്മാരുണ്ടല്ലോ, അവരൊക്കെ തൗറാത്ത് എന്ന് പറഞ്ഞതുണ്ട്. അപ്പൊ ഇന്നത്തെ തൗറാത്തിനെ പറ്റിയാണ് ഇത് പറഞ്ഞത്. ഇപ്പൊ നമ്മളെ ഈ CH മുസ്തഫനെ പോലത്തെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ പറഞ്ഞു വെച്ചാല് ഇന്നിപ്പോ ജൂതന്മാർ അവരുടെ അടുക്കലുള്ള ബൈബിൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ചാലും, ക്രിസ്ത്യാനികൾ അവരുടെ അടുക്കലുള്ള ബൈബിൾ എന്താ പഴയ നിയമം അനുസരിച്ച് ജൂതന്മാർ ജീവിച്ചാലും, പുതിയ നിയമം അനുസരിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ ജീവിച്ചാലും, ഇനി ഹൈന്ദവ ആളുകളാണെങ്കിൽ അവരവരുടെ അടുക്കലുള്ള വേദം അനുസരിച്ച് ജീവിച്ചാലും കിട്ടും, മോക്ഷം കിട്ടും, സ്വർഗം കിട്ടും. കാരണം വേദങ്ങളെല്ലാം സത്യം. ഇതാണിപ്പോ നമ്മളെ പല ആൾക്കാർ പറഞ്ഞു, എല്ലാ വേദങ്ങളും, എല്ലാ പുഴയും സമുദ്രത്തിലേക്കല്ലേ? എല്ലാ പുഴയും എടുക്കാൻ ഒഴുകുന്നത് സമുദ്രത്തിലേക്കാണ്. അപ്പോൾ എല്ലാ വേദങ്ങളും പറഞ്ഞത് തന്നെയാണ് സത്യം. ഇതിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ മെല്ലെ മെല്ലെ ഇങ്ങനെ വരുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ എന്താ വെച്ചാൽ പൊതുവെ ആളുകൾക്ക് എന്താ വെച്ചാല് ദീനിനോട് തന്നെ ഒരു മടുപ്പാണല്ലോ ഇപ്പം. അപ്പൊ ഇനി ദീനിൽ എവിടെങ്കിലൊക്കെ ഇളവും വളവും കിട്ടുന്നുണ്ടെങ്കിൽ അവിടേക്കാണ് ആൾക്കാർ എന്ത് ചെയ്യുക? ചായ. പൊതുവെ അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ യുവതികളൊക്കെ ട്രെൻഡ് എന്താ വെച്ചാൽ കുറച്ചൊക്കെ ചാടാനും പാടാനും അതുപോലെ തന്നെ മ്യൂസിക്കും പാട്ടും ഇതൊക്കെ കുറച്ചൊക്കെ കിട്ടുകയാണെങ്കിൽ, അതും ദീനിന്റെ പേരിൽ തന്നെ കിട്ടുകയാണെങ്കിൽ എന്തായി? ദീനും കിട്ടും, മ്യൂസിക്കും കിട്ടും. അങ്ങനെയല്ല നമ്മൾ ആൾക്കാർക്ക് ഒരു
എന്താ പറയാ, മറ്റെന്താ വെച്ചാൽ അങ്ങോട്ട് വെക്കാൻ പാടില്ല, ഇങ്ങോട്ട് വെക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, ആകെപ്പാടെ കണ്ട് വെറിഞ്ഞു മുറുക്കി. ഇതാകുമ്പോൾ കുറച്ച് ഫ്രീ ആണ്, കുറച്ചൊക്കെ മ്യൂസിക്കും കേൾക്കാം, കുറച്ചൊക്കെ സിനിമയും കാണാം, ഇനി കുറച്ചൊക്കെ പിന്നെ എന്താ പറയുക എന്തും ആകാം. അങ്ങനെ ആകുമ്പം അങ്ങനത്തെ ദീനാണ് ആളുകൾക്ക് ഇപ്പോഴത്തെ തലമുറക്കൊരു ആവശ്യം. അപ്പം അങ്ങനത്തെ കുറച്ച് ആൾക്കാരാണ് ഇതിന് കിട്ടുക എന്ന് പറഞ്ഞാൽ പിന്നെ ഹദീസ് കുറേ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്, പിന്നെ എല്ലാവരും നമുക്ക് ആവശ്യമാണ്, നമുക്ക് ഇൻ്റെത് മാത്രം സത്യം എന്ന് പറയാൻ പാടില്ല, ഇത് മാത്രം ശരി എന്ന് പറഞ്ഞാൽ അതെന്താണ്? ആ ആ അപ്പോൾ അവരോട് ചോദിക്കുന്നത് വെച്ചാൽ ഇത് ഇയാൾ മാത്രമാണ് എൻ്റെ വാപ്പ എന്ന് പറയാൻ പാടില്ല, എന്താ പിന്നെ അവസ്ഥ നിങ്ങൾ ആലോചിക്കുകയാണ്. ഒരാൾക്ക് മാത്രം പ്രശ്നമാണ്. അപ്പം നമ്മൾ മൂപ്പര് മാത്രം എൻ്റെ വാപ്പ, നിങ്ങളെൻ്റെ വാപ്പ, നിങ്ങളെൻ്റെ വാപ്പയാണ്, നിങ്ങളെൻ്റെ വാപ്പ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അവസ്ഥ? അത് സൗഹാർദ്ദത്തിന് വാപ്പാരെ സൂപ്പിടാൻ വേണ്ടി വാപ്പാർക്ക് സൗഹാർദ്ദം അങ്ങനെ ഉണ്ടാക്കല് ഹക്കൊന്നല്ലേ ഉണ്ടാവുള്ളൂ, അങ്ങനെ ഉണ്ടാവുള്ളൂ. എൻ്റെത് മാത്രം ശരി എന്ന് പറഞ്ഞാൽ അതാണ് ആത്മാർത്ഥത എന്ന് പറഞ്ഞത്, മറ്റേ കാപട്യല്ലേ. അപ്പൊ കാപട്യത്തിന്റെ ലോകത്താണ്, കാപട്യത്തിനപ്പം മാർക്കറ്റുണ്ട്. ഞാൻ പറഞ്ഞ വെച്ചാൽ ഇങ്ങനത്തെ ആളുകൾ ഇപ്പൊ പ്രചരിപ്പിക്കണമെന്ന് വെച്ചാൽ പിന്നെ ഇപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഈ ഇങ്ങനത്തെ ഒരു ടീമായിട്ട് കുറച്ചേരം സംസാരിച്ചത്. അപ്പോൾ ഓല് പറഞ്ഞത് വെച്ചാൽ ഒരു ചെങ്ങൈൻ്റെ അടുത്തൊക്കെ പോയ ടീമാണ് ഈ മുസ്തഫാൻ്റെ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് വെച്ചാൽ നമ്മൾ പിന്നെ സ്വർഗം ഇന്ന ആളുകൾക്കാണെന്നുള്ള മുസ്ലിങ്ങൾക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്യണ്ട, അങ്ങോട്ട് ഉറപ്പിച്ച് പറയണ്ട. മുസ്ലിങ്ങൾക്ക് മാത്രം, അതാണ് മറ്റേ ആൾ പറഞ്ഞല്ലോ AKG ഗാന്ധിജിയൊക്കെ ഇല്ലാത്ത സ്വർഗത്തേക്ക് പോയിട്ടില്ലാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഇതിൻ്റെ ഇമ്പാക്റ്റാണ്. ശരിക്കും നിങ്ങൾ ആലോചിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഇപ്പം എന്തിന് റസൂലുള്ളാഹിനെ ആശ്ചര്യം? എല്ലാ വേദങ്ങളും സത്യമാണ്, എല്ലാ മതങ്ങളും ശരിയാണ് എങ്കിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരേണ്ട ആവശ്യമുണ്ടോ? ജൂതന്മാരോട് വന്നിട്ട് നബി വന്നിട്ട് പറയാം നിങ്ങളടുത്ത് വേദങ്ങൾ ഇതൊക്കെ ഇല്ലേ, നിങ്ങളനുസരിച്ച് ജീവിച്ചോളിട്ടോ. അതുപോലെ തന്നെ പിന്നെ ക്രിസ്ത്യാനിയോട് പറയാം നിങ്ങളടുത്ത് വേദന എന്തില്ലേ, നിങ്ങളനുസരിച്ച് ജീവിച്ചു. അതല്ലല്ലോ പറഞ്ഞത്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചപ്പോൾ എന്താ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ഇന്നക തഅതി ഖൗമ അഹ്ലി കിതാബ്. മുആദ് ജൂന കൊടുക്കാണ്, അഹ്ലി കിതാബ് എന്ന് പറഞ്ഞാൽ കിതാബ് കിട്ടിയ ജൂതന്മാർക്ക് ക്രിസ്ത്യാനിത്തേക്ക് പോണത്. എന്നിട്ട് പോയിട്ട് എന്താ പറയണ്ടേ, നിങ്ങൾ അതനുസരിച്ച് ജീവിച്ചോളി എന്നാ അല്ലല്ലോ. പിന്നെന്താ പറയണ്ടേ, അവർ തൗഹീദിക്ക് അനുസരിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അവർക്ക് പറഞ്ഞു കൊടുക്കുക, അതുപോലെ അനുസരിച്ചാൽ നിസ്കാരം പറഞ്ഞു കൊടുക്കുക. അപ്പൊ ആദ്യം ലായിലാഹില്ലാത്ത നിസ്കരിച്ചിട്ട് കാര്യമില്ല, അത് കഴിഞ്ഞ പിന്നെ നിസ്കാരത്ത്. അപ്പൊ അഹ്ലി കിതാബിൽപ്പെട്ട ആളുകൾ പിന്നെ അവരും പിന്നെ ഒരു പറഞ്ഞെന്ന് വെച്ചാൽ ഇനിയിപ്പോ ഒരാള് ഈ ഈസാ നബിയിൽ വിശ്വസിച്ച് മുഹമ്മദിൽ വിശ്വസിച്ചില്ല, ഈസാ നബിന്റെ തൗഹീദൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടിങ്ങനെ പിന്നെ ജീവിച്ചാലും അയാൾക്ക് സ്വർഗം കിട്ടൂലേ? ഇതൊക്കെയാണ് ആളുകൾ ഇബ്ലീസ് ഉണ്ടാക്കി കൊടുക്കുന്ന വിഷയം. ഒരിക്കലും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ തൗറാത്തിന്റെ കുറച്ച് കഷ്ണം ഏടുകൾ റസൂൽ കണ്ടു, തൗറാത്തിന്റെ. അപ്പോ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം ദേഷ്യപ്പെട്ടു, കോപിഷ്ഠനായി. എന്നിട്ട് പറഞ്ഞു ലൗ കാന മൂസ ഹയ്യൻ മാ വസിഉ ഇല്ലത്തിബാഇ. ഇപ്പൊ മൂസാ നബി തന്നെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും മൂസാ നബിക്ക് എന്ത് പറ്റൂല, തൗറാത്തനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല. മൂസാ നബി എന്താ ചെയ്തിട്ടുണ്ട്, എന്റെ ശരീരത്തിൽ ജീവിക്കണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതോടുകൂടി പിന്നെ എല്ലാ പ്രവാചകന്മാരും ശരീരത്തില്ലാതായി. കാരണം സൂര്യ ഉദിച്ചാൽ പിന്നെ നക്ഷത്രങ്ങൾ കാണുമോ? പ്രസക്തില്ലല്ലോ. അപ്പൊ അതാണ് ഇപ്പൊ ഇന്നത്തെ തൗറാത്ത് എന്ന് പറഞ്ഞാൽ അത് ഒറിജിനൽ തൗറാത്തല്ല. ഇത് ഈ ആയത്തിൽ എന്താ പറയുന്നത് വെച്ചാൽ മൂസാ നബിക്ക് അന്ന് കൊടുത്ത തൗറാത്തിനെ കുറിച്ചാണ്. അതിലെന്തുണ്ടായിരുന്നു? ഹുദയും നൂറും നിയാവൊക്കെ ഉണ്ടായിരുന്നു. ആർക്ക്? ഇതിൽ മുത്തഖീങ്ങളായ ആളുകൾക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ മുത്തഖീങ്ങളായ ആളുകൾക്ക് പ്രകാശവും ഉത്ബോധനവുമാണ് ശരിക്ക് വേദഗ്രന്ഥങ്ങൾ. ഇനി അല്ല പറഞ്ഞതെന്ന് വെച്ചാൽ ആരാണ് മുത്തഖീങ്ങൾ, ഇതാണ് പറയാൻ പോകുന്നത്. മുത്തഖീങ്ങളായ ആളുകൾ എന്ന് പറഞ്ഞാൽ തഖ്വ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പല വ്യാഖ്യാനങ്ങളും വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞു വിഖായത്തുൻ നഫ്സി അനി ശിർക്ക് വൽ അഅമാലു സയ്യിഅ വൽ മുവാദബത്തു അലൽ അഅമാലിൽ ഹസന എന്ന്. അതായത് ശിർക്ക് തൗഹീദ് എന്ന് പറഞ്ഞാൽ, തഖ്വ എന്ന് പറഞ്ഞാൽ ഷിർക്കിൽ നിന്ന് വിട്ടു നിൽക്കുകയും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യാം.
നന്മകളിൽ നിരന്തരം നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് തഖ്വ. അപ്പൊ തഖ്വ ഉണ്ടാകാൻ ഒന്നാമത് ഷർത്ത് എന്താ? ശിർക്ക് ചെയ്യാൻ പാടില്ല. ശിർക്ക് നിൽക്കുന്നുണ്ടാവില്ല, തഖ്വ ഉണ്ടാവില്ല. അപ്പൊ ചില ആളുകൾക്ക് ശിർക്കിന്റെ കൂടെ തന്നെ വലിയ തഖ്വ ഉണ്ടാവും, നമുക്ക് കാണുന്നുണ്ടാവും. അതെന്തൊരു തഖ്വല്ല, ഒറിജിനൽ തഖ്വല്ല. മനസ്സിലായി? പിന്നെ അതേപോലെ തന്നെ തിന്മകളിൽ നിന്ന് വിട്ടു നിന്നാൽ മാത്രം പോരാ, പിന്നെന്തും കൂടി വേണം, നന്മകൾ ചെയ്യും വേണം. ഒരാൾ കള്ളുപിടിക്കില്ല, അതുപോലെ തന്നെ പിന്നെ ഒന്നും കാട്ടില്ല, തിന്മകളൊന്നും ചെയ്യൂല, അതോടൊപ്പം നിസ്കരിച്ചില്ല, പറ്റില്ലല്ലോ. തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും വേണം, നന്മകൾ നിരന്തരം ചെയ്യുകയും വേണം. അപ്പോഴെന്തുണ്ടാവുള്ളൂ? തഖ്വ ഉണ്ടാവും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തഖ്വയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു വെച്ചാൽ, നമ്മൾ മുള്ളുകൾ നിറഞ്ഞൊരു വഴിയിലൂടെ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ആ മുള്ള് ശരീരത്തിൽ തറക്കാതെ, ഡ്രസ്സിൽ തറക്കാതെ എങ്ങനെയാണോ പോവുക ആ പോകുന്ന പോക്കിനാണ് എന്ത് പറയാ? തഖ്വ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തൊക്കെ അതാണ് അടുത്ത് തന്നെ അള്ളാഹ് പറഞ്ഞത്. ആരെ മുത്തഖീൻ എന്നാണ് പറഞ്ഞത്? അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. ഗൈബി ആയിക്കൊണ്ട് അള്ളാഹിനെ പേടിക്കുക. അതാണ് മിർദാൻ പറഞ്ഞത്. ഇപ്പുറത്തും തിന്മകൾ ഉണ്ടാവും, ഇപ്പുറത്തും തിന്മ ഉണ്ടാവും, 4 ഭാഗത്തും തിന്മകൾ ഉണ്ടാവും. ആ തിന്മന്റെ ഇടയിൽ കൂടെ ഈ തിന്മകളെ പൊടിയൊന്നും ബാധിക്കാതെ മെല്ലാണ് പോവുക. അതിന് ഈ കാലഘട്ടത്തിൽ വലിയ പ്രയാസമാണ്, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ അന്ന് വേറെ ചില പരീക്ഷണങ്ങളാണെങ്കിൽ ഇന്ന് വേറെ പരീക്ഷണങ്ങളാണ്. അന്നിപ്പോൾ സോഷ്യൽ മീഡിയന്റെയും ഫോണിന്റെയും ഒന്നും ഫിത്തന അന്നില്ല, അത് വേറെ ഫിത്തനകളാണ്. അത് കഴിഞ്ഞ് കുറെ കാലങ്ങൾക്ക് ശേഷം വേറെ ഫിത്തനകൾ എന്ന് പറഞ്ഞാൽ ഈ പിഴച്ച കക്ഷികളുടെ ആധിക്യം, ചിന്താ പ്രസ്ഥാനങ്ങൾ, മുത്തസിലിയാക്കൾ, ഖദരിയാക്കൾ, ജബിയാക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കുറെ ഫിത്തനകൾ. ഇന്നിപ്പോൾ എന്നാൽ അതുകൊണ്ട് അതിനേക്കാൾ വലുത് ഈ ഫോണിന്റെ ഫിത്തനയുണ്ട് എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർക്ക് ഇസ്ലാമിൽ മനസ്സിലാക്കാനും ഫോൺ ഉപകാരപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ കുറെ ആൾക്കാർക്ക് ദീൻ തെറ്റിപ്പോകാനും ഹറാമുകൾ കാണാനും ചെയ്യാനൊക്കെ അതൊരു കാരണമാണ്, അതൊരു ഫിത്തനയാണ്. മനസ്സിലായി? അപ്പൊ എന്നിട്ട് എന്താ പറയാ, ആരാണ് മുത്തഖീങ്ങൾ? ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കാം. നമ്മളൊക്കെ ജീവിതത്തിൽ ഈ പറയുന്നത് ഞാനടക്കമുള്ള നമ്മളൊക്കെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലദീന, അവർ ഒരു വിഭാഗം ആളുകളാണ്. ആരാ മുത്തഖീൻ എന്നുള്ള പറയണം? യഖ്ശൗന, അവർ അള്ളാഹുവിന് ഖശ്യത്തുള്ളവരായിരിക്കും, അവർ റബ്ബിനെ അവർ പേടിക്കുന്നവരായിരിക്കും. എങ്ങനെ പേടിക്കുക? ബിൽ ഗൈബി, ഗൈബി ആയിക്കൊണ്ട് പടച്ച റബ്ബിനെ പേടിക്കുന്നവരായിരിക്കും അവർ. എന്ന് പറഞ്ഞാൽ ആര് കാണുന്നില്ലെങ്കിലും അള്ളാഹു കാണുന്നു എന്ന ബോധത്താൽ എന്ത് ചെയ്യുക? തിന്മകളിൽ നിന്ന് എന്ത് ചെയ്യാൻ? മാറി നിൽക്കുക. അവരാണ് ശരിക്കും മുത്തഖീങ്ങൾ. പിന്നെ ആരും കാണില്ലെങ്കിലും പടച്ചോൻ കാണുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട്, അള്ളാഹു കേൾക്കുന്നുണ്ട്, അള്ളാഹു കാണുന്നുണ്ട് എന്ന് ചിന്ത. എല്ലാവരും യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി. അള്ളാഹു നമ്മൾ കാണുന്നില്ല, അള്ളാഹു നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ അള്ളാഹിനെ കാണില്ല. പക്ഷെ മനുഷ്യന്മാർ കാണുമ്പോൾ തിന്മകൾ മാറിക്കുക, മനുഷ്യന്മാർ കാണാത്തപ്പോൾ തിന്മകൾ ചെയ്യുക, അത് തഖ്വ ഉള്ളതല്ല. തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലദീന യഖ്ശൗന റബ്ബഹും ഗൈബ്, ഗൈബി ആയിക്കൊണ്ട് അള്ളാഹിനെ പേടിക്കുക. ആര് കാണില്ലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല കാണുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഇപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നിങ്ങൾ ആലോചിച്ച് നോക്കി. അതാണ് ശരിക്കും തഖ്വ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമി ഒരു പെണ്ണ് വേണ്ടാത്തരം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചു. എല്ലാ അനുകൂല സാഹചര്യങ്ങളും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടായല്ലോ. ഒന്ന് കൊട്ടാരത്തിലാണ്, അവരുടെ കീഴിലാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉള്ളത്. അതുപോലെ തന്നെ ആരും എന്ന് പറയുമ്പോൾ വല്ലത്തിൽ മുഴുവൻ വാതിലുകളും അടച്ചു. എന്നിട്ട് ഹൈത്തലക്ക് എന്ന് പറഞ്ഞപ്പോൾ യൂസുഫ് നബി എന്ത് പറഞ്ഞു? മഅദല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ഇന്നഹു മിൻ ഇബാദിൽ മുഖ്ലിസീൻ എന്ന അദ്ദേഹത്തിന്റെ ഇഖ്ലാസിൽ അടിമയിൽപ്പെട്ടവരായിരുന്നു. അതുപോലെ തന്നെ ഗുഹാവാസികളായ 3 ആളുകൾ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്. തിന്മകൾ ചെയ്യാൻ അവസരം കിട്ടിയിട്ടും ആ തിന്മകൾ ഇത്തഖുല്ലാ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിനെ പേടിച്ച് മാറിയപ്പോൾ, അപ്പൊ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഗൈബിയായിക്കൊണ്ട് അഥവാ അദൃശ്യമായിക്കൊണ്ട് പടച്ചറപ്പെന്നെ കാണുന്നു എന്ന വിശ്വാസത്താൽ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നു. അള്ളാഹിനെ പേടിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആര് കാണുന്നില്ലെങ്കിലും പടച്ചവൻ കാണുന്നുണ്ട് എന്ന രീതിയിൽ അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്യുക, അതുപോലെ തന്നെ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക. ഈ 2 കാര്യമുണ്ട്. അതായത് ഇപ്പോൾ അതുകൊണ്ടാണ് ഇസ്ലാമിൽ പരസ്യ ഇബാദത്തുകളെക്കാൾ കൂടുതൽ രഹസ്യ ഇബാദത്തുകൾക്കാണ് പുണ്യം കൂടുതലുള്ളത്. ശരിയാണ്. എന്തുകൊണ്ടാണ് നോമ്പിന് ഇത്ര പുണ്യം കിട്ടിയത്?
അത് രഹസ്യ ഇബാദത്താണ്. അസ്സൗമു ലീ വ അന അജ്സി ബി, നോമ്പ് എനിക്കുള്ളതാണ്, ആ നോമ്പിന് ഞാനാണ് കൂലി കൊടുക്കുക എന്ന് പറയും. കാരണം നോമ്പ് മറ്റു ഇബാദത്ത് പോലെയല്ല. നിസ്കരിക്കണത് കാണും, സക്കാത്ത് കൊടുക്കണത് കാണും, ഹജ്ജ് ചെയ്യണത് കാണും. പക്ഷെ നോമ്പ് വെക്കണത് കാണോ? കാണില്ല. കാരണം ഒരാളെ പ്രത്യക്ഷത്തിൽ നോക്കിയാൽ അയാൾ നോമ്പുകാരനാണോ അല്ലെന്നുള്ള എന്ത് ചെയ്യില്ല, അറിയാൻ കഴിയില്ല. അതുകൊണ്ട് പിന്നെ എന്താ പറയുക, അദൃശ്യമായിട്ടുള്ള രൂപത്തിലുള്ള വിവാദത്താണ്. എന്ന് പറഞ്ഞാൽ അള്ളയും അവനും മാത്രം. നിങ്ങൾ ആഴ്ചകൾ നോമ്പ് വെക്കുമ്പോൾ നമ്മളെല്ലാവരും ഉതിർക്കുണ്ടല്ലോ ഇല്ലേ? ഉതിർക്കണ് കുടിക്കാൻ പറ്റിയ വെള്ളം കൊണ്ടല്ലേ നമ്മളെല്ലാവരും ഉതിർക്കുക. പക്ഷെ ആ കുടിക്കാൻ പറ്റുന്ന വെള്ളം കൊണ്ട് ഉതിർത്താലും നമ്മൾ മുറുക്കം എന്ത് ചെയ്യണില്ല, താഴത്ത് കിടക്കണില്ലല്ലോ. അത് ഇറക്കിയാരേ അറിയോ? ആർക്കറിയില്ല. അതാണ് ശരിക്കും തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, ഗൈബിയായിക്കൊണ്ട് അള്ളാഹിനെ പേടിക്കുന്നവർ. ആരും അറിഞ്ഞില്ലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയും എന്ന രീതിയിൽ ഇബാദത്തുകൾ ചെയ്യുക, നന്മകളും ചെയ്യുക, തിന്മകൾ വിട്ടുവെക്കുക. അതുകൊണ്ട് ആ രഹസ്യ ഇബാദത്തുകൾ, ദിക്റുകൾക്ക് പ്രാധാന്യം ഇസ്ലാമിനുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, ദിക്റുകൾ രഹസ്യമായ ആരാധന. കാരണം നമ്മൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് നമ്മൾ ബൈക്കിലൊക്കെ പോവാണ്, അല്ലെങ്കിൽ യാത്ര ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്ത് പോവുകയാണ്, നമ്മൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് ആൽബറ്റിനോട് വെച്ചാൽ ആരെയും കാണുന്നുണ്ടോ? പക്ഷെ അതിനാണ് വലിയ കൂടി. കാരണം നമ്മൾ അതെന്തുകൊണ്ടാണ് ചെല്ലുന്നത്? അള്ളാഹിനെ കുറിച്ചിട്ടാണ്. ഇപ്പൊ രഹസ്യമായ അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് രാത്രി നമസ്കാരങ്ങൾക്കാണ് പുണ്യം കൂടുതൽ. സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ നിസ്കരിക്കുക കൈകാര്യം ചെയ്യുന്ന ആളുകൾ വീട്ടിൽ നിസ്കരിക്കുക. കാരണം എന്താ? വീട്ടിൽ നിസ്കരിക്കുമ്പോൾ ആരും കാണൂല, പള്ളി നിസ്കരിക്കുമ്പോൾ എല്ലാവരും കാണൂലേ. വീട്ടിൽ നിസ്കരിക്കുമ്പോൾ കാണാതിരുന്നാൽ കൂലി കൂടുതൽ കിട്ടും. അതിനകത്ത് പള്ളിക്ക് നിസ്കരിക്കാൻ പാടില്ല എന്നല്ല, പക്ഷെ വീട്ടിൽ നിസ്കരിക്കാൻ പ്രവാചകൻ പ്രേരണ കൊടുത്തിട്ടുണ്ട്. രാത്രി ഖിയാമുൽ ലൈൽ അഥവാ തഹജ്ജുദ് നിസ്കാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം പുണ്യം, ഖുർആൻ ഹദീസൊക്കെ ഒരുപാട് പുണ്യം പറഞ്ഞ നിസ്കാരം. എന്തുകൊണ്ട്? രഹസ്യമായ ആരാധന. ഇപ്പൊ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, നിനക്ക് തഖ്വയുണ്ടോ എന്ന് പരിശോധിക്കാൻ എന്ത് ചെയ്താൽ മതി അറിയാൻ, നിന്റെ രഹസ്യമായ ആരാധനകൾക്കാണോ കൂടുതൽ ഭക്തി കിട്ടുന്നത്, പരസ്യമായ ആരാധനകൾക്കാണോ കൂടുതൽ ഭക്തി കിട്ടുന്നത് നോക്കിയാൽ മതി. ശരിയാണ്. പരസ്യമായ ആരാധനകൾക്കാണ് കൂടുതൽ ഭക്തിയെങ്കിൽ നമുക്ക് തഖ്വന് കുറച്ചൊരു കുറവുണ്ട്. അതേസമയം ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഖുശൂഅ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? നമുക്ക് നേരെ തിരിച്ചേക്കാരം. നമ്മളൊക്കെ സ്വഭാവം അങ്ങനെ എന്ത് പറയുന്നുണ്ട്, നമ്മളിപ്പോൾ ഒരു ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ഖുൽഹുവല്ലാഹു മതിയാക്കും. ബാക്കി ഒരാൾ കൂടി വന്നാലോ അപ്പൊ സുഹൃത്ത് കുറച്ച് വലിപ്പം കൂട്ടും. അപ്പൊ ആ വലിപ്പം കൂട്ടിയവർക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടല്ല. നമുക്ക് ഖുൽഹുവല്ലാഹു മതി, നമുക്ക് ഒറ്റക്ക് നിസ്കരിക്കാൻ ഖുൽഹുവല്ലാഹു മതി. അപ്പൊ വലിപ്പം കൂട്ടിയ മറ്റൊരു വേണ്ടിയിട്ട് അതിനാണ് ചെയ്യാമെന്നറിയാം. മനസ്സിലായില്ലേ? അള്ളാഹു നല്ല കാത്തിരിക്കും. അതുകൊണ്ടാണ് ഈ പ്രകടനപരത റിയായ ചെറിയ ശിർക്കാണ് പറയാൻ കാരണം. അറിയാതെ ശിർക്ക് ചെയ്തു. കാരണം ഈ നിസ്കാരം ആൾക്ക് നിസ്കരിച്ചവർക്ക് വേണ്ടിയിട്ടാണ്, അല്ലതിനും യുറാവും എന്നുള്ള പറഞ്ഞത്. അപ്പൊ അതൊക്കെ തഖ്വയുടെ ഭാഗമാണ്. നന്മകൾ, രഹസ്യമായ നന്മകൾ. അതുകൊണ്ട് നമ്മളെപ്പോഴും ജീവിതത്തിൽ ചിന്തിക്കേണ്ട വെച്ചാൽ നമുക്ക് പരസ്യമായ വിഭാഗത്തുകൾ ആവശ്യമുണ്ട്, പക്ഷെ രഹസ്യമായി ഇപ്പൊ ഈ സ്വതക്കുകളൊക്കെ കൊടുക്കാൻ രഹസ്യമായി കൊടുക്കാൻ ഒരു പണിയില്ലല്ലോ, ഉണ്ടോ? എല്ലായിടത്തും ഗൂഗിൾ പേ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് ജാമ്യക്ക് ഒരു ദിവസവും സ്വതക്ക ചെയ്യുന്ന ആൾക്കാർ അള്ളാഹു എല്ലാം സ്വീകരിക്കും. നമുക്ക് അങ്ങനെ സ്വതക്കയുള്ള മനസ്സും അതിനുള്ള ആവതും സമ്പത്തൊക്കെ ഉള്ള തരട്ടെ. ദിവസവും സ്വതക്ക ചെയ്യുന്ന ആൾക്കാർ, പീസ് റേഡിയൊക്കെ ദിവസവും സ്വതക്ക ചെയ്യുന്നുണ്ട് ആൾക്കാരുണ്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നമുക്കൊക്കെ ഗൂഗിൾ പേ ഉണ്ട്. നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്, ഒരു 5 റുപ്യ അല്ലെങ്കിൽ ഒരു 100 റുപ്യ ആയിക്കോട്ടെ, അത് നമ്മളും പഠിച്ചവനും മാത്രം അറിഞ്ഞ വിഭാഗത്താണ്. ഒരു വരാതെ ഒരു ദിവസം ഒരു ഉറുപ്പ്യ കൊടുത്താലും ഏറിന മാസത്തിൽ 30 റുപ്യയിലാണല്ലോ. പക്ഷെ ആ 30 റുപ്യ ദിവസവും സ്വതക്ക ചെയ്യണ കൂലിയിട്ടാണ്. 30 ദിവസം നമ്മൾ എന്ത് ചെയ്തു? സ്വതക്ക കൊടുത്തില്ലേ? നമുക്ക് പോണ പൈസ 1 റുപ്യ ഉണ്ടാവുള്ളൂ, 2 റുപ്യ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളുടെ സ്വതക്ക എല്ലാ ദിവസവും നമുക്ക് കിട്ടുന്നുണ്ട്. സ്വതക്കന്റെ കൂലി ഇപ്പൊ അബൂബക്കറിനെ ചോദിച്ചില്ല, ഇന്ന് നോമ്പ് വെച്ചാരാണ്, ജനാസയിൽ പങ്കെടുത്താരാണ്, രോഗിയെ സന്ദർശിച്ചാരാണ്? അബൂബക്കറിന്റെ നിത്യജീവിതത്തിൽ അതൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കിപ്പോൾ അങ്ങനെ ചില രഹസ്യമായ ഇബാദത്തുകൾ ഉണ്ടാകണം എന്നുള്ള നിയത്ത് നമുക്കുണ്ടായാൽ നമ്മൾക്ക് ഒരുപാട് നന്മകൾ ബാധിക്കും. കാരണം ആ രഹസ്യ ഇബാദത്തിന് റിയാ ഉണ്ടാവില്ല. നമ്മളിപ്പോ ബൈക്കിന് പോകുമ്പോൾ ഖുർആൻ ഓതാനോ അല്ലെങ്കിൽ ദിക്റിലാണ്, അത് ആരും കേൾക്കാനാ? ആരും കാണൂല്ല, കേൾക്കണില്ല. അപ്പൊ അതിൽ നമുക്കുണ്ടാകുന്നൊരു ഖുശൂ ഉണ്ടല്ലോ,
അത് അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. ഗൈബിയായിട്ട് അള്ളാഹിനെ പേടിക്കുക. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ വഹും മിനസ്സാഅത്തി മുശ്ഫിഖൂൻ. രണ്ടാമത്തെ മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റി എന്താ വെച്ചാൽ അവർ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചിടത്തോളം പേടിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ആകാംക്ഷയുള്ളവരായിരിക്കും. ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു എന്തൊക്കെയായിരിക്കും എൻ്റെ അവസ്ഥ. നമുക്കിപ്പോൾ എന്താ വെച്ചാൽ കഴിഞ്ഞ് വരുമ്പോൾ കാണാം നമ്മുടെ കൗമിൻ്റെ ഒക്കെ അവസ്ഥ. ഇപ്പം എന്താ വെച്ചാൽ ഖിയാമത്ത് നാളില്ല, അതൊക്കെ ഇപ്പോൾ പിന്നെ പുള്ളിക്കാരൻ വരുമ്പോൾ നോക്കാണ് നമുക്ക് ആളുകളുടെ അവസ്ഥ. അങ്ങനെ മുഅ്മിനീങ്ങൾ മുത്തഖീങ്ങളുടെ സ്വഭാവം എന്താ പറയുക? അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി വഹും മിനസ്സാഅത്തി മുശ്ഫിഖൂൻ. ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയപ്പാട് അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ, പേടി ഉണ്ടാകുക മനസ്സിൽ. കുറച്ച് എന്തായിരിക്കും എൻ്റെ അവസ്ഥ പരലോകത്ത്. ഇത് നമ്മൾ സ്വയം ചിന്തിച്ച് അങ്ങനത്തെ ഒരവസ്ഥ നമുക്കുണ്ടെങ്കിൽ നമുക്ക് തഖ്വയുണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ട്. നേരെ വെച്ച് അള്ളാഹനെ നമുക്ക് രഹസ്യമായി പേടിക്കാനും കഴിയില്ല. പരലോകത്തെ സംബന്ധിച്ചൊരു ഒരു പേടി നമുക്കില്ലെങ്കിൽ നമുക്ക് തഖ്വ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. റസൂൽ തഖ്വ ആവനെന്ന് പറഞ്ഞില്ലേ? തഖ്വ എന്ന് പറഞ്ഞാൽ ഇവിടെ ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ട് പറയാം പിന്നെ ഞങ്ങൾ താടിയും അതുപോലെ തന്നെ ഡ്രസ്സും നന്നായിട്ടും തഖ്വ ഉണ്ടാവില്ല. തഖ്വ ഇവിടെ. അപ്പൊ ഇവിടെ ഉണ്ടെങ്കിൽ എവിടെ ഉണ്ടാവും? ഇവിടെ ഉണ്ടാവും. മനസ്സിലായോ? ഇവിടെ ഉണ്ടെങ്കിൽ എന്തുണ്ടാവുള്ളൂ? ഇവിടെ ഉണ്ടാവും. ഇവിടെ ഇല്ലെങ്കിലോ? ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ അതിപ്പോ നമ്മൾ പിന്നെ ഒരു മാങ്ങ പിന്നെ പുറത്ത് ഇങ്ങനെ കുത്തുണ്ട്. അപ്പൊ എന്ത് മനസ്സിലാക്കി നമുക്ക്? ഉള്ളിൽ കേടുണ്ട്. ഉള്ളിൽ തുറന്നു നോക്കാൻ മനസ്സിലാവും. അപ്പൊ പുറമെ കേട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് എന്തുണ്ട്? ഉള്ളിൽ കേട്ട്. അപ്പൊ പുറമെ എന്തൊക്കെ പോരായ്മ കാണുന്നുണ്ട് ഇവർക്ക്. അപ്പൊ സാധാരണ വിശ്വാസിക്കില്ലാത്തതൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്താ? ഉള്ളിൽ കേട്ട്. അപ്പൊ ഇതിന്റെ ഇവിടെ ഉഷാറാണ്, പുറത്ത് ഉഷാറില്ലെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. പുറമത്തെ ഉഷാറുകേട് എന്തിന്റെ തെളിവാണ്? ഉള്ളിലുള്ള ഉഷാറുകേടിന്റെ കുറവാണ്. മനസ്സിലാക്കിയാണ് ചില ആൾക്കാർ നിങ്ങൾക്ക് ബിരിയാണിക്ക് താഴെ അതൊന്നും ആകാത്തില്ല, തഖ്വ ഉണ്ടായാൽ മതി, കിബർ തന്നെ മതി. അങ്ങനെ ചില ആൾക്കാർ ബിരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ലാണിപ്പോൾ അത് കിബറോട് കൂടിയത്. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു നടന്നു പോകാൻ. അബ്ദുല്ലാഹിബിൻ ഉമറിന് കിബറുണ്ടാവും. മുത്തബി സുന്നൻ റസൂലുള്ളാഹിന്റെ സുന്നത്ത് പിൻപറ്റുന്ന ഒരു വീഴ്ച വരുത്താത്ത ആളാണ് അത്. എത്രത്തോളം റസൂൽ നടന്നോടത്ത് കാലിക്കുക, ഇരുന്നോടത്ത് പോയിരിക്കുക, ഒരു പ്രത്യേക സുന്നത്തില്ലെങ്കിൽ പോലും എത്ര ഫോളോ ചെയ്യുന്നതാണ്. ഇബിനുമ നടന്നുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് നിര്യാണിക്ക് പോലെ തന്നെ കുറച്ചുകൂടി ബന്ധിക്കാം, കുറച്ചുകൂടി ബന്ധിക്കാം. അപ്പോൾ മുട്ടിന്റെ ഏകദേശം പകുതി ഇതാണ് വിശ്വാസവസ്തു. ഏറി വന്നാൽ നിര്യാണി വരെ പോകാം പുരുഷന്മാർക്ക്. സ്ത്രീകൾക്കൊരു ദിറാ വരെ പോകാം. ദിറാ എന്ന് പറഞ്ഞാൽ മുഴം. അതെന്താ വെച്ചാൽ കാല് കാണാതിരിക്കാനാണ്. നടക്കുമ്പോഴേ സ്ത്രീകൾ കാല് അവറത്തന്നെ, കാല് കാണാതിരിക്കാനാണ്. പക്ഷെ പുരുഷന്മാർക്കില്ല. ഇന്നിപ്പോൾ പെണ്ണുങ്ങൾ ഇത്രകാരം, ആണുങ്ങൾ കറക്റ്റ് ഡ്രസ്സ് ഇട്ടില്ല. പൊതുവെ വെച്ച് ആണുങ്ങൾ അവർക്കാരും കാണില്ല. ഉണ്ടാവും. ഏത് വലിയ ആളുകളാണെങ്കിലും ആണുങ്ങൾ അവർക്ക് കാണില്ല. കാണക്കാരാണ് നേരെ വിട്ടു. ആണുങ്ങൾ ഡ്രസ്സ് പെണ്ണുങ്ങളിടും, പെണ്ണുങ്ങളിടുന്ന ഡ്രസ്സ് ആണ്. അതാണ് തലകുത്തി പറയുന്നത്. ഇതൊക്കെയാണ് അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ വഹും മിന സാഅത്തി മുശ്ഫിഖൂൻ. സാഅത്ത് ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയപ്പാടോടുകൂടി അഥവാ പേടി ഉണ്ടായിരിക്കും. ഖിയാമത്ത് നാൾ പേടിക്കുന്ന പറഞ്ഞാൽ അവിടത്തിന് ശേഷമുള്ള ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉള്ളവരായിരിക്കും വിശ്വാസികളായ ആളുകൾ. അതുകൊണ്ടാണ് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടപ്പോൾ കരഞ്ഞത്. സ്വർഗവും നരകവും കേട്ടിട്ട് കരയാത്ത നിങ്ങൾ എന്തിനാണ്? നിങ്ങൾക്ക് കരയാറില്ല, പക്ഷെ ഖബർ കാണുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് കരയുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു പറഞ്ഞത്. സ്വർഗത്തിന് നരകത്തിൽ പോകണമെങ്കിൽ ആദ്യം ഇവിടെ കഴിയണ്ടേ? ഇത് ഈ ഇവിടുന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി എന്തായി? ഒക്കെ രക്ഷപ്പെട്ട്. ഇവിടുന്ന് അൽ ഖബർ അവ്വലു മൻസിലത്തിൻ മിൻ മനാസിലിൽ ആഖിറ. ഒന്നാമത്തെ ഖബർലോകത്തേക്കുള്ള ഒന്നാമത്തെ മൻസിലത്താണ് ഖബർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കരുതുന്നത് എന്നാണ് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട്. അതാണ് അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി വഹും മിന സാഅത്തി മുശ്ഫിഖൂൻ. ഈ രണ്ട് വിശേഷണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ള ആളുകൾക്ക് പറഞ്ഞത്. ഇത് വല്ലാത്ത വിശേഷങ്ങളാണ്. എല്ലാ ആളുകൾക്കും കഴിയാത്തതും അതുപോലെ തന്നെ എന്നാൽ വിശ്വാസികളായ ആളുകൾക്ക് നിഷ്പ്രയാസം കഴിയുന്നതുമായ വിശ്വാസ കാര്യങ്ങളും അതുപോലെ തന്നെ കർമ്മവിശ്വാസങ്ങളും എന്നിവ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ബാക്കി അടുത്ത ആഴ്ച വിശദീകരിക്കാം.
ഈ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്താനും അതുപോലെ തന്നെ കേൾക്കുന്ന കാര്യങ്ങൾ പുലർത്താനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളായ അടിമകളിൽ അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ തഖ്വയുള്ളവരായി ജീവിക്കുവാൻ അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർ നല്ലവരാ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുട്ടുകുടുംബങ്ങൾ അള്ളാഹു അവർക്കെല്ലാം സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.